തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് കണ്ണൂർ. രാഷ്ട്രീയമായി അതിന് പലവിധ കാരണങ്ങളുണ്ട്. CPM-ന്റെ തട്ടകമായ കണ്ണൂരിൽ എന്ത് രാഷ്ട്രീയ ചലനം സംഭവിക്കുന്നു എന്ന് കേരളം ഉറ്റുനോക്കാറുണ്ട്. 2015 കന്നി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഫലം കണ്ണൂരിലുണ്ടായി. ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന UDF-ന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ LDF-ന് കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ അസംഭവ്യമായി ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം. കണ്ണൂർ കോർപ്പറേഷൻ UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. എന്നാൽ ആ ശക്തി കേന്ദ്രത്തിലും വിള്ളലുകൾ വീഴ്ത്താൻ കഴിയുമെന്ന് LDF-നെ ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2015 നടന്നത്. വീണ്ടും ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് കണ്ണൂർ കോർപ്പറേഷനെ UDF വിശേഷിപ്പിക്കുമ്പോൾ ഇത്തവണയും അതിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം LDF-നുണ്ട്. അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ LDF കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയിട്ടുമുണ്ട്. നിരവധി അഴിമതി ആരോപണങ്ങൾ കൗൺസിലിൽ കൊണ്ടുവരാൻ ഇന്നത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. സുകന്യയാണ് കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടിയിലെ LDF-ന്റെ ലീഡർ, ഒരർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ്. N. സുകന്യയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ആരോപണങ്ങൾ നിരവധിയാണ്. അത് പാർട്ടി ഏറ്റെടുത്ത് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ആരോപണം. മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് പടന്നപ്പാലത്ത് സ്ഥാപിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, നിരവധി കാര്യങ്ങൾ നിരത്തുന്നുണ്ട് LDF. ഭരണം നേട്ടം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് UDF വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോവുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ. ഈ വിഷയം തന്നെയാണ് VMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ചയും പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കണ്ണൂർ കോർപ്പറേഷനിലെ LDF-ന്റെ കക്ഷി നേതാവ് N. സുകന്യയാണ് ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ടീച്ചർ. നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ ഡിസംബർ മാസം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധി എന്ന് പറയുന്നത് UDF-ന് സ്വാഭാവികമായും ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്. പക്ഷേ 2015 അവിടെയും കയറി ചെല്ലാൻ കഴിയുമെന്ന് LDF തെളിയിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലായിരിക്കും അത് LDF കാണുന്നത്? പ്രതീക്ഷയോടുകൂടി തന്നെയാണോ മത്സര രംഗത്തേക്ക് പോകാൻ പോകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ UDF-ന്റെ ഈ ഭരണത്തെ വെറുക്കുകയും അതിനെ സത്യത്തിൽ പറഞ്ഞാൽ മടുക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പിൻ്റെ 5 വർഷമാണ്. അഴിമതി മാത്രമാണ്, കെടുകാര്യസ്ഥതയും അഴിമതിയും മാത്രമാണ് UDF-ന്റെ ഭരണത്തിന് അവരുടെ മുഖമുദ്രയായിട്ട് പറയാൻ കഴിയുന്ന കാര്യം. നമുക്കറിയാം, ഇപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് ഏറ്റവും വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷനാണിത്. ഏറ്റവും പുതുതായി രൂപം കൊണ്ടൊരു കോർപ്പറേഷനാണ്. കാരണം കേരളത്തിലെ മറ്റ് പഴയ കോർപ്പറേഷനുകൾ പലതും അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കങ്ങനെയല്ല. നമുക്കിപ്പോൾ എയർപോർട്ട് വന്നു, അടുത്ത കാലത്ത് നമ്മുടെ തുറമുഖം വികസിച്ചു, വലിയ സാധ്യതയുള്ള ഒരു നഗരവും അതിനോട് ചേർന്നുള്ള കോർപ്പറേഷനുമാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ നഗരത്തിൻ്റെ മുഖത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് ശ്രമിച്ച ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അവർ അതിന് തുരങ്കം വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇപ്പോൾ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി 725 കോടി രൂപയാണല്ലോ ഗവൺമെൻറ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. അതിന്നും നടപ്പിലാകാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കണ്ണൂർ കോർപ്പറേഷൻ അതിനോടെടുത്ത ഒരു സമീപനമാണ്. മുഖം തിരിഞ്ഞു നിൽക്കുക മാത്രമല്ല ചെയ്തത്. ഇപ്പം നാട്ടിൽ എവിടെയായാലും സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകൾ ഉണ്ടാവും, അവരുടെ പ്രയാസങ്ങൾ ഉണ്ടാവും. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക?
അവിടുത്തെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്ന് നാടിന്റെ വികസനത്തിന് നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരുമിച്ച് നിൽക്കണം. ആ നിലപാടെടുത്തുകൊണ്ട് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അത് പരിഹരിച്ച് പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? നമ്മളെല്ലാം കണ്ടു, ഇവിടെ മേയറായിരുന്ന ആൾ തന്നെയാണ് പോയിട്ട് സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇതിനെ അട്ടിമറിക്കുന്നതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തത് അവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ 37 കോടി രൂപയാണ് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ആസ്ഥാന മന്ദിരത്തിന് സംസ്ഥാന ഗവൺമെന്റാണ് അനുവദിച്ചിരിക്കുന്നത് കിഫ്ബിയുടെ ഭാഗമായിട്ട്. തുടക്കത്തിൽ 25 കോടി രൂപ. അത് പോരാ എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം വീണ്ടും 37 കോടി രൂപ, അത് GST കഴിച്ച് 32 കോടി രൂപ കണ്ണൂർ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കിഫ്ബിയിലൂടെ അനുവദിച്ചു. എന്താണ് ആസ്ഥാന മന്ദിരത്തിന്റെ അവസ്ഥ? ഇപ്പോൾ നമുക്ക് കണ്ണൂർ പട്ടണത്തിലൂടെ വരുന്ന എല്ലാവർക്കും കാണാവുന്ന ഒരു കാഴ്ചയാണ്. പകുതി വഴിയിൽ അത് നിലച്ചിരിക്കുകയാണ്. ആരെയാ പഴി പറയുന്നത്? ഇവരുടെ ഒരു പൊതുവായ രീതി എന്ന് പറഞ്ഞാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിൻ്റെ എല്ലാം പഴി ആർക്കാണ്? അതിൻ്റെ എല്ലാം പഴി സർക്കാരിനാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിലാണ്. അവരുടെ പിടിപ്പുകേടാണ് യഥാർത്ഥത്തിൽ കാരണം. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ മൾട്ടി ലെവൽ കാർ പാർക്കിങ്. യഥാർത്ഥത്തിൽ ആദ്യത്തെ 4 വർഷം LDFന്റെ ഭരണം രൂപീകരിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തുടങ്ങി വെച്ച പ്രോജക്റ്റുകളിൽ ഒന്നാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. ഇപ്പോഴും അത് പൂർത്തീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദ്ഘാടനം ഒരെണ്ണത്തിന്റെ നടത്തും എന്നവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. നമ്മളിതൊന്നും നടത്തണം. നമ്മൾ ഏറ്റവും ഈ 5 വർഷക്കാലം LDF എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ്, നമ്മൾ ഒരു വികസന പ്രവർത്തനത്തിനും എതിര് നിന്നിട്ടില്ല. നമ്മളത് കൂടെയുണ്ട് എന്ന് പറയുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ നമ്മൾ അതിന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മഞ്ചപ്പാലത്തെ അവസ്ഥ നിങ്ങൾ നോക്കുക. മഞ്ചപ്പാലത്ത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സുവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുമ്പോൾ ആ ഡിവിഷൻ എന്ന് പറയുന്നത് LDF പിടിച്ചെടുത്തൊരു ഡിവിഷനാണ്, താളിക്കാവ് ഡിവിഷൻ. അവിടെയാണ് ഈ വാട്ടർ ഇത് വരുന്നത്. അവിടെ വലിയ എതിർപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. CPM എന്നുള്ള നിലയിൽ, LDF എന്നുള്ള നിലയിൽ നമ്മൾ വീട് കയറി ജനങ്ങളോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ അതിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് നമുക്ക് നടത്താൻ പ്രയാസമാണല്ലോ, നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ എന്താ ഇപ്പോഴും അവിടുത്തെ ഒരു അവസ്ഥ എന്താ? അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഒരു എന്താണ് തീരുമാനത്തെ അട്ടിമറിച്ചു. അതാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ 51, 52 ഡിവിഷനിലെ എല്ലാ വീടുകളിൽ നിന്നുമുള്ള മലിനജലം അത് പൈപ്പ് വഴി ഈ എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് അത് പൂർണ്ണമായി ശുദ്ധീകരിച്ച് പഠനത്തോടിലേക്ക് ഒഴുക്കും. ഇതായിരുന്നു അന്ന് നമുക്ക് തന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ഒരു ലക്ഷ്യം. പക്ഷെ ഇപ്പോഴും എന്ത് കഴിഞ്ഞിട്ടില്ല? വീടുകളിൽ നിന്നുള്ള കണക്ഷൻ പൂർത്തിയായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും അതിന് കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറുഭാഗത്ത് എന്ത് ചെയ്തു? അവിടെയുള്ള പല വൻകിട സ്ഥാപനങ്ങളും നിങ്ങൾ നോക്കണം. വൻകിട സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ വലിയ ഹോട്ടലായാലും അല്ലെങ്കിൽ മറ്റേ എന്താണ് കല്യാണം നടക്കുന്നതായാലും അത്തരം സ്ഥാപനങ്ങൾ അവരെന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ഇത്തരം പ്ലാന്റുകൾ അവരുണ്ടാക്കണം. പക്ഷെ ഇത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അവർക്ക് ഇത് ഏത് കാര്യം ചെയ്താലും അതിൻ്റെ എല്ലാം പിന്നിൽ അഴിമതിയുടെ നാറിയ കഥ മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അപ്പൊ അത് ചെയ്തു കൊടുത്തു, ഇത് ചെയ്തില്ല എന്ന് മാത്രമാണോ? അവിടെ പൂർണ്ണമായിട്ട് ആ ശുചീകരണം നടക്കുന്നില്ല. ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം, കറുത്ത വെള്ളമാണ് ഇപ്പോഴും എവിടെയുള്ളത്? പഠനത്തോടിൽ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ അവസ്ഥയിൽ പോലും നമ്മൾ ഇതിനോട് മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. ഒരു വികസന പ്രവർത്തനത്തോട് നമ്മൾ മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. പക്ഷെ അതല്ല ആര് സ്വീകരിച്ച സമീപനം. UDF അവര് രാഷ്ട്രീയത്തിന്റെ തിമിരം ഉപയോഗിച്ച് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെ ആകെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വികസന മുരടിപ്പിൻ്റെതായിട്ടുള്ള 5 വർഷം എന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പൊ കണ്ണൂർ പട്ടണത്തിൽ ഇപ്പൊ സമീപ ദിവസങ്ങളിൽ നഗരത്തിന്റെ മുഖം മിനുക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സൗന്ദര്യവൽക്കരണം. നമ്മൾ അതിനൊന്നും ഒരു എതിരെ നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഫുട്പാത്ത് ഉണ്ടാക്കുന്നു, കൈവരി വെക്കുന്നു, നല്ല കാര്യം. അല്ലെങ്കിൽ AC ആയിട്ടുള്ള ബസ് ഷെൽട്ടർ കൊണ്ടുവരുന്നു, നല്ല കാര്യം. അവിടെ ചുവർ ചിത്രം കൊണ്ടുവരുന്നു, ഒന്നും തെറ്റില്ല. പക്ഷെ ചുവർ ചിത്രം കൊണ്ടുവരുന്ന അണ്ടർ ബ്രിഡ്ജിന്റെ താഴെ കൂടി ഒരു മഴ പെയ്താൽ വാഹനത്തിന് പോകാൻ പറ്റുന്നില്ല. ഓട്ടോറിക്ഷ അതിലൂടെ പോയാൽ എഞ്ചിൻ ഓഫായി പോകും, കാരണം വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയണ്ടേ? എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ചുമർ ചിത്രം ഭംഗിയായി ചെയ്തതിന്റെ തൊട്ടപ്പുറവും ഇപ്പുറവും ഉള്ള ചുമരുകൾ തന്നെ നിങ്ങൾ നോക്കൂ, എന്താ അവസ്ഥ? കണ്ണൂർ കോർപ്പറേഷനിൽ പ്രാഥമിക ആവശ്യത്തിന് ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആള് വന്നിറങ്ങുന്ന ഒരു സ്ഥലമല്ലേ ഇത്? എന്താ ഇന്നുള്ള ഒരു സൗകര്യം ഉള്ളത്? നിങ്ങൾക്ക് മനോജന് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ആകെ പുതിയ ബസ് സ്റ്റാൻഡിൽ അവിടെ അതിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യമുണ്ട്.
മനുഷ്യർക്ക് ഒന്ന് കയറിപ്പോകാൻ കഴിയുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ, അറപ്പില്ലാതെ കയറിപ്പോകാൻ കഴിയുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ സ്റ്റേഡിയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കളക്ടറേറ്റിന്റെ പരിസരത്ത്, അല്ലെങ്കിൽ ഈ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗം, ഇവിടെയൊക്കെയാണല്ലോ ആളുകൾ ഏറ്റവും കൂടുതൽ വരിക, അതുണ്ടോ? അതുണ്ടാക്കുന്നതിനല്ലേ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ അത് ചെയ്യാതെ ഇതിപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു തീർത്തു എന്ന് വരുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവര് തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇത് ബോധ്യമുള്ള ഈ കാര്യങ്ങളാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. ആള് മടുത്തിരിക്കുന്നു. അപ്പോൾ അവരെന്തായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം LDFന് അനുകൂലമാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ മേൽപ്പാലം. ഇപ്പോൾ തെക്ക് ഭാഗത്തേക്ക് നിന്നുള്ള ഒരു മേൽപ്പാലത്തിന്റെ പണി ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നില്ല ശരിക്കും? വളരെ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞ അതാണല്ലോ, ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കോടതിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് പല പ്രവൃത്തിയും തടസ്സപ്പെട്ടത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അതിന് നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന ആളുകളാണ്. അവർക്ക് ഇത് കണ്ണൂര് നമ്മൾ പറയില്ലേ, മറ്റേ എന്താണ്, നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ഒരു മനോഭാവവും ഇല്ലേ, ആ മനോഭാവത്തിലേക്കാണ് ഈ ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ എപ്പോഴും എടുത്തിട്ടുള്ളത്. കണ്ണൂർ നന്നാവണം, വികസിക്കണം എന്നുള്ളതല്ല. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ കോർപ്പറേഷന് കൂടി അഭിമാനകരമാകാൻ കഴിയുമായിരുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ വാതിൽപ്പടി സേവനം നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് അതിൻ്റെ തുടങ്ങി വെച്ച മണ്ഡലം എന്ന് പറയുന്നത് അഴീക്കോട് മണ്ഡലമാണ്. KV സുമേഷ് MLA യുടെ മണ്ഡലമാണ്. അപ്പൊ സുമേഷ് എന്ന ഇടപെട്ടിട്ടാണ് എൻ്റെ മണ്ഡലത്തിലെ പള്ളിക്കുന്നും പുഴാതി സോണലും മാത്രമാണ് കോർപ്പറേഷന്റെ പരിധിയിലുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, കോർപ്പറേഷൻ മൊത്തമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് കണ്ണൂർ കോർപ്പറേഷനെ കൂടി ആദ്യഘട്ടത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഒരു പൈസ ഓൺ ഫണ്ട് നിന്ന് മാറ്റിവെച്ചില്ല. വാതിൽപ്പടി സേവനം എന്ന് പറഞ്ഞാൽ കിടപ്പിലായി കിടക്കുന്ന രോഗികൾ, അവശരായ ആളുകളുടെ അടുത്തേക്ക് നമ്മൾ വോളണ്ടറി സേവനം നടത്തുന്ന ആളുകൾ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് അവർക്കുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള, അവർക്ക് മറ്റാവശ്യങ്ങൾ മറ്റ് ഓൺലൈനായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് സൗകര്യം, ഇതാണ് ഉദ്ദേശിച്ചത്. ഗവൺമെന്റ് പൊളിച്ചു കൊടുത്തു ആ പദ്ധതിയെ. ഇപ്പോൾ നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. ഈ കണ്ണൂർ കോർപ്പറേഷൻ ഈ പദ്ധതിയോട് തുടക്കം മുതലെടുത്ത ഒരു സമീപനം എന്താ? പരമാവധി എങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കാം. പിന്നെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഒരു ബാധ്യതയായി മാറുമല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ മേൽ സമ്മർദ്ദം, ചോദ്യം മുകളിൽ നിന്ന് വരുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവര് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വൈകിപ്പിച്ചു അക്കാര്യത്തിൽ. ഇനി എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം, നമ്മൾ തൊഴിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതി, അതിൽ ആദ്യത്തെ സർവേ, ആ സർവേ പൊളിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഇപ്പോൾ കണ്ണൂർ വിമൻസ് കോളേജിൽ വെച്ചാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത്. അതിലൊക്കെ മുഖംതിരിഞ്ഞ് നിൽക്കുക. അപ്പൊ ഇവർക്ക് ഇതൊന്നും ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാവരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മൾ കാണേണ്ടത്. ഈ LDF സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുക എന്നുള്ളത് UDFന്റെ ഒരു നയം എന്നുള്ളത് CPM നേരത്തെ പലവട്ടം എല്ലാ കാര്യങ്ങളിലും പറയുന്നതാണ്. കണ്ണൂരിൽ മേലെ ചൊവ്വയിലെ മേൽപ്പാലം, അതോടൊപ്പം തന്നെ തെക്കി ബസാറിലെ മേൽപ്പാലം, ഈ രണ്ട് പദ്ധതികൾ വന്നിരുന്നുവെങ്കിൽ തന്നെ കണ്ണൂർ നഗരത്തിന്റെ മുഖച്ഛായ മാറുമായിരുന്നു. ഇതിൽ ഒന്നാം പ്രതി കണ്ണൂർ കോർപ്പറേഷൻ ആണ് എന്ന് തന്നെയാണോ പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അതിൽ അടിപ്പാതയാണോ മേൽപ്പാലാണോ വേണ്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതികമായിട്ട്, പക്ഷേ ബേസിക് ആയിട്ട് അത് ഇത്രയും നീണ്ടുപോകാൻ ഇടയാക്കിയത് അതിൽ അവർ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ, മേൽപ്പാത അതിൻ്റെ ദൂരം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒക്കെ പറഞ്ഞൊരു കാര്യം, ഇത് വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ തീർച്ചയായിട്ടും സാധിക്കുമല്ലോ. അപ്പോൾ ആദ്യം ഇത്രയെങ്കിലും വരട്ടെ. ഏറ്റവും ഗതാഗത കുരുക്കുള്ള ഒരു മേഖലയിലെ ആ ഗതാഗത കുരുക്ക് അഴിക്കാൻ സഹായിക്കുന്ന ഒന്നായിരുന്നു ഈ നിർദ്ദിഷ്ടമായിട്ട് ഇവിടെ നമ്മുടെ മേലെ ചൊവ്വ മുതൽ നമ്മുടെ തെക്കി അവരെ വരെയുള്ള മേൽപ്പാലത്തിനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നതിന് ശേഷം തുടർന്ന് അങ്ങോട്ടേക്ക് വീണ്ടും ആവശ്യമാണെങ്കിൽ അതിൻ്റെ തുടർ നടപടിയായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. ഇപ്പം നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ എല്ലാം ആയിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ.
കോഴിക്കോട് കോർപ്പറേഷൻ്റെ എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആളുകൾക്ക് നടക്കാൻ സൗകര്യമുള്ള ഫുട്പാത്തുള്ള റോഡുകളാണ് നഗരത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. ഇവിടെയുള്ള നമ്മുടെ അവസ്ഥ എന്താ? വളരെ ഒരു ചെറിയ ഭാഗം ഒഴിച്ചു നിർത്തിയാൽ എവിടെയാണ് നമുക്ക് ആളുകൾക്ക് ഇന്നൊന്ന് നടന്നു പോകാൻ വേണ്ടി കഴിയുക? ധൈര്യത്തിൽ ഒരു കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾക്ക് ഇറങ്ങി നടന്ന് കഴിയില്ല. കാരണം അതുപോലെ വാഹനം തിങ്ങി നിറഞ്ഞ ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പൊ ആ രീതിയിൽ ഒരു വിഷനോടുകൂടി ഇപ്പൊ കണ്ണൂരിൽ നമ്മളെ സ്റ്റേഡിയം എന്തൊരു പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. സ്റ്റേഡിയത്തിന്റെ അകത്ത് പുല്ല് വെച്ച് പിടിപ്പിക്കുന്നു എന്നുള്ളത് ശരി, പക്ഷെ ആ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള മുറികളെല്ലാം തന്നെ ഇന്ന് ജീർണാവസ്ഥയിലാണുള്ളത്. എപ്പോഴാണ് അപകടം സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം മുടങ്ങിപ്പോയതിന്റെ ഉത്തരവാദി ആരാ? കണ്ണൂർ കോർപ്പറേഷൻ അല്ലാതെ അതിന് വേറെ ആരെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ? അതിൽ ഫണ്ട് ഫണ്ട് 13 കോടി രൂപ. അതെ, അനുവദിച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അതിന്റെ ഓണർഷിപ്പായിട്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്ത് ഒരു എന്താണ് സമവായത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുമല്ലോ. പക്ഷെ ഇവരത് നിഷേധിച്ചു. ഇനി തൊട്ടപ്പുറത്ത് പഴയ ബസ് സ്റ്റാൻഡ്, കണ്ണായ ഒരു സ്ഥലം ഇപ്പോ ഏതാണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് നിരുപയോഗമായിട്ട് പലവട്ടം പറഞ്ഞു. കിടക്കുകയല്ലേ. ഇപ്പൊ ഓരോ ബജറ്റിലും ഉണ്ടാകും ഷോപ്പിംഗ് ഉണ്ടാവും. കോംപ്ലക്സ്. പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് വഴിയോര കച്ചവടം, ഇപ്പൊ ഫുട്പാത്ത് ഉണ്ടെങ്കിലും ഫുട്പാത്തിന്റെ അവസ്ഥ എന്താ? ഫുട്പാത്ത് മുഴുവൻ കയ്യേറി നമുക്ക് വഴിയോര കച്ചവടം നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ വഴിയോര കച്ചവടം നടത്തുന്ന ആളുകളെ അങ്ങനെ അവിടെ നടക്കുന്നത് എന്താ? നമ്മൾ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അതും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു എന്ന് പലപ്പോഴും നമ്മൾ ആക്ഷേപം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് വെച്ച സജഷൻ എന്താ? ഇപ്പൊ വലിയ നഗരങ്ങളിലൊക്കെ ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ ചെന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് ചെന്നാൽ ഇതിന് പ്രത്യേകം ഒരു ഏരിയ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കരോൾ ബാഗ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവിടെ മുഴുവൻ വഴിയോര കച്ചവടമാണ്. പക്ഷെ അതെന്തിനെ ബാധിക്കുന്നില്ല? പൊതുഗതാഗതത്തെയോ മറ്റുള്ള ആളുകൾ അങ്ങനെ ഉള്ള നമുക്ക് സാധനങ്ങൾ വാങ്ങേണ്ടത് അവിടെ പോയി വാങ്ങും. നമ്മളന്ന് അതെ അങ്ങനെ ഒരു പ്രത്യേക മേഖല നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ പഴയ ബസ് സ്റ്റാൻഡ് പോലെയുള്ള ഒരു സ്ഥലമെങ്കിലും, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അത് തന്നെ ആവണം എന്നല്ല, അതൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു പരിഷ്കാരം വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ നഗരത്തിലുണ്ടാകുന്ന ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഇപ്പൊ എന്തിനേറെ പറയണം, ഓട്ടോറിക്ഷ പെർമിറ്റ് കൊടുക്കുന്നത് പോലും അഴിമതിക്കുള്ള ഒരു വകുപ്പായിട്ട് ഈ നഗരസഭയിൽ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമായിരിക്കും. പെർമിറ്റ് വാങ്ങിയിട്ട് അത് മറിച്ചു വെക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ആ പെർമിറ്റ് കൊടുക്കുന്നതിൽ അവർക്ക് എന്താണ് പണം കൊടുത്താലേ കിട്ടുന്നുള്ളൂ എന്നുള്ള ആക്ഷേപം നിരവധി തവണയായി പലരും നമ്മളോട് പറയുന്ന ഒരു വസ്തുതയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിൽ വലിയ അസംതൃപ്തരാണ്. കാരണം എന്താ? അവർക്ക് കൊടുത്ത പെർമിറ്റും അവിടെയുള്ള സ്റ്റാൻഡിൽ വെക്കാവുന്ന ഓട്ടോയും തമ്മിലുള്ള എണ്ണത്തിൽ യാതൊരു പൊരുത്തവും ഇല്ല. എന്നാൽ അതിനെന്താ ആധുനിക കാലത്തെ രീതി അനുസരിച്ച് എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ആക്കാൻ കഴിയുമോ? ഓൺലൈനിലേക്കോ, ഞാനതാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളാ ചർച്ച ചെയ്യണ്ടേ? അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ തയ്യാറാകാതെ എങ്ങനെ ഇതെല്ലാം തന്നെ തങ്ങൾക്കൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ നഗരത്തിന്റെ മുഖമൊന്നും മാറണമെങ്കിൽ ഈ പറയുന്ന സ്റ്റേഡിയവും പഴയ ബസ് സ്റ്റാൻഡും അതിലെല്ലാം ഒരു മാറ്റം വരികയും അതുപോലെ നമ്മുടെ പട്ടണം നടക്കാൻ കഴിയുന്ന അതുകൂടിയായിട്ടുള്ള നല്ല വൃത്തിയുള്ള റോഡുകളുള്ളതിലേക്ക് മാറണം. LDF-ന്റെ ഒരു ഭരണസമിതി ആയിരുന്നുവെങ്കിൽ കണ്ണൂർ നഗരത്തിന്റെ മുഖം ഇങ്ങനെയാകുമായിരുന്നു. തീർച്ചയായിട്ടും, നമുക്ക് ഒരു സംശയവും ഇല്ല. ഇപ്പോ ഇതിൽ ഞങ്ങൾ പലതവണ ആക്ഷേപം ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. 7 ലക്ഷത്തോളം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഒരു ഉപകരണം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് റോഡ് വൃത്തിയാക്കാൻ. നിങ്ങൾ ആരെങ്കിലും എപ്പോഴും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റോഡ് അടിച്ചു വാരുന്ന അതിനുശേഷം വെള്ളം തെളിച്ച് പൊടി അടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ ഉപകരണം വാങ്ങുന്ന സമയത്ത് നമ്മൾ കൗൺസിൽ യോഗത്തിൽ ചോദിച്ചു, ഇത് നമുക്ക് പറ്റുന്നതാണോ? നമ്മൾ ഒന്നും വാങ്ങുന്ന ആധുനിക ഉപകരണം വാങ്ങുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം വേണ്ടതെല്ലാം നമ്മൾ വാങ്ങണം, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇത് നമുക്ക് പറ്റുന്നതാണോ? പിന്നെ ഈ സാധനം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ രാവിലെ നമ്മളൊക്കെ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പേ ഇത് ചെയ്യുന്നു. കിഴക്കേ കവാടത്തിൽ ആണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വെളുപ്പിന് 4 മണിക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചോദിച്ചാൽ മറുപടി പറയുക. നമുക്ക് കണ്ണൂരിലെ റോഡുകളുടെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ റോഡുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു യന്ത്രം വാങ്ങിയിട്ടുള്ളത്? എന്നാൽ ബാക്കിയുള്ള ഇപ്പോൾ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും മാലിന്യം തള്ളുന്നത് ഇന്നും നിലനിൽക്കുകയാണ്. ആ മാലിന്യം തരംതിരിച്ചിട്ടല്ല ശേഖരിക്കുന്നത്. നിങ്ങൾ ചേലോറയിൽ ഇപ്പോഴും ഒന്ന് പോയിട്ട് നോക്കൂ. നമ്മൾ കളക്ട് ചെയ്യുന്ന മാലിന്യം അവിടെ കൊണ്ടിടുന്നുണ്ടല്ലോ. അതായത് ഹരിതകർമ്മസേന വീടുകളിൽ വന്ന് മാലിന്യം, അതായത് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ മറ്റ് നമ്മുടെ റോഡിന്റെ സൈഡുകളിലും ഒക്കെയുള്ള കോർപ്പറേഷന്റെ തൊഴിലാളികൾ അവിടുന്ന് എടുക്കുന്ന മാലിന്യം, ആ മാലിന്യം സോർട്ട് ചെയ്യാതെയല്ലേ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ ചേലോറെ സംബന്ധിച്ച് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയാനുണ്ട്. ഇത്ര വലിയ ഒരു അഴിമതി ഈ കോർപ്പറേഷന്റെ എന്താണ് ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് യഥാർത്ഥത്തിൽ ചേലോറയിൽ നടന്നത്. നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും, ചേലോറയിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആദ്യത്തെ ടെൻഡർ വിളിക്കുന്നത്. പക്ഷെ ആ ടെൻഡർ വിളിച്ചെടുത്തവര് കൂടുതൽ പണം ചോദിച്ചപ്പോൾ കോർപ്പറേഷൻ എന്ത് നിലപാടെടുത്തു? നമുക്ക് തന്നെ ടെൻഡർ വിളിക്കാനുള്ള സൗകര്യം ഒരുക്കണം. അങ്ങനെ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട്, അതിൽ നമ്മൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു സംഘത്തില്, സോണ്ടയെ ഒഴിവാക്കാൻ വേണ്ടി പോയതിൽ. അങ്ങനെ സോണ്ടയെ ഒഴിവാക്കി ഇത് നടക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനൊക്കെ ഒപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒരു തരത്തിലും നമ്മൾ അതിനെ എതിർത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ടെൻഡർ വെച്ചപ്പോൾ ആ ടെൻഡറിൽ തന്നെ എന്തായിരുന്നു വ്യവസ്ഥ? വളരെ എന്താണ് അഴിമതിക്ക് അവസരം ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ് ടെൻഡറിൽ ഉണ്ടായത്. ടെൻഡറിന്റെ ഭാഗമായിട്ട് ഒരു കൺസോർഷ്യം എടുത്തപ്പോൾ അവിടെ ആ കൺസോർഷ്യത്തിനകത്ത് ഈ യഥാർത്ഥത്തിൽ എന്താണ് മറ്റേ റോയൽ എന്തായിരുന്നു 3 കമ്പനികളാണല്ലോ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ആ ഏറ്റെടുത്ത അതിൽ ഒരു കമ്പനിയായിട്ട് മാത്രമാണ് തുടർന്ന് എന്തുണ്ടായിട്ടുള്ളത്, അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് റോയൽ വെസ്റ്റേൺ പ്രോജക്ട്സ്. അവർക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, ഇതിനുള്ള ഒരു 3 വർഷത്തെ പരിചയവും ഖരമാലിന്യ സംസ്കരണത്തിലില്ല, അതിനാവശ്യമായിട്ടുള്ള ഒരു ഉപകരണവും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ കണ്ടു അവിടെ കൊടുത്ത എഗ്രിമെന്റ് പ്രകാരം 12 മാസം കൊണ്ട് ഇത് നീക്കം ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല നിലയിലേക്ക് മാറ്റി തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതായിരുന്നു എഗ്രിമെന്റ്. എത്ര തവണ നീട്ടിക്കൊടുത്തതിന് ശേഷം അവസാനം കോഴിക്കോട് NIT നടത്തിയ പരിശോധനയിലാണ് എന്ത് കണ്ടെത്തിയത്? അവര് നീക്കം ചെയ്തു എന്ന് പറഞ്ഞ ഖരമാലിന്യത്തിന് 1/3 മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എന്താ ആക്ഷേപം വന്നത്? 1.77 കോടി രൂപ അധികമായിട്ട് കൊടുത്തു എന്നുള്ള ആക്ഷേപം വന്നത്. യഥാർത്ഥത്തിൽ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഓർമ്മയിൽ 2.44 ആണെന്ന് തോന്നുന്നു, അത്രയും കോടി രൂപ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം നടന്നിട്ടുള്ള തെറ്റായ ഇടപാടുകളും ബന്ധങ്ങളും ഇപ്പൊ അവർ അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ചില്ലേ. എപ്പോഴാണ് നിയമ നടപടി സ്വീകരിച്ചത്? ഈ അഴിമതിയുടെ കണക്ക് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നപ്പോൾ NIT അവിടെ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് മാലിന്യ നീക്കം അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വന്നിട്ട്, എന്നിട്ടും വീണ്ടും ഇവരെ തന്നെ കരാർ ഏൽപ്പിക്കാനാണ് ശ്രമിച്ചത്. അതാണ് ആദ്യഘട്ടത്തിൽ കുറച്ചു ദിവസം പിടിച്ചു വെച്ചല്ലോ. കാരണം ഇവര് മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ഇവർക്കറിയാം ഇനി വന്നാൽ ഇത് നഷ്ടത്തിലാവും എന്ന് ഇവർക്കറിയാം. പക്ഷെ വീണ്ടും അവരെ കൊണ്ട് വീണ്ടും എന്താ ഒരു ലെറ്റർ കിട്ടാൻ വേണ്ടി അജണ്ട മാറ്റി വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴെന്താണ് അതിന്റെ അവസ്ഥ? ഉപകരണം പിടിച്ചെടുക്കും, അവർക്കെതിരെ കേസ് കൊടുക്കും, നിയമ നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മറുപടി. അല്ലാതെ അവരുടെ ഒന്നും നമുക്ക് അത്തരത്തിലുള്ള ഈ തുകയ്ക്ക് സമാനമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി അവിടെ ഉണ്ടായിട്ടില്ല. അവർ വാടകയ്ക്ക് എടുത്ത സാധനങ്ങളല്ലാതെ ഉണ്ടായിരുന്നത് ഈ തുകയ്ക്കൊന്നും തുല്യമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും നഷ്ടം 1.77 കോടി രൂപ കോർപ്പറേഷന് നഷ്ടമായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളിൽ നിന്ന് അത് ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ കെട്ടിവെക്കാതെ ഭരണ നേതൃത്വത്തിലുള്ളവരും കൂടി അതിൽ പങ്കാളിയാണ്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ആ ഫൈറ്റ് നമ്മൾ അവസാനിപ്പിക്കുകയൊന്നുമില്ല, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. വിജിലൻസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ. ഇതാണ് ചേലോറയുടെ ചിത്രം. മഞ്ചപ്പാലത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഇത് ഓരോ രംഗത്തും ഈ തരത്തിലുള്ള അഴിമതിയാണ് ഈ 5 വർഷക്കാലം നടത്തിയിട്ടുള്ളത്. ഈ കണ്ണൂർ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ തകർന്നടിഞ്ഞ റോഡുകളുമായി ബന്ധപ്പെട്ട്. എല്ലാവരും വലിയ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ പാറക്കണ്ടി ഭാഗത്തെ നമ്മുടെ പഴയ CPM ഓഫീസ്, താൽക്കാലിക ഓഫീസ് കെട്ടിടം നിന്നിരുന്ന ആ സ്ഥലത്തെ ആ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ താറുമാറായി കിടക്കുകയാണ്. വലിയ ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ UDFന്റെ ഭരണസമിതിക്ക് ഉണ്ടായി എന്ന് തന്നെയാണോ കരുതേണ്ടത്? ഇതില് പ്രധാനമായിട്ട് റോഡ് തകരാറിലാകാനുള്ള ഒരു കാരണം, ഒന്ന് ആ ഭാഗത്ത് നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ പൈപ്പ് ലൈൻ പുതുതായിട്ട് ഇടുന്നത്, ഈ മഞ്ചപ്പാലത്തെ പ്ലാന്റിന്റെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ ഇടുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ. അതോടൊപ്പം അമൃതിന്റെ 2ാം ഘട്ടത്തിലുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കുന്നത്. ഈ 2 കാര്യങ്ങളിലും സമയബന്ധിതമായിട്ട് പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈനിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് വലിയ രൂപത്തിൽ ബാധിക്കുന്നില്ല, കാരണം റോഡിന്റെ സൈഡിലൂടെയാണ് അവർ ഓരോ സ്ഥലവും ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ നടക്കാനെങ്കിലും അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള യോഗ്യമാക്കിയിട്ട് അവർ പോകുന്നുണ്ട്. പക്ഷെ റിസ്റ്റോറേഷൻ വർക്ക് കൃത്യമായിട്ട് നടത്തിയിട്ടില്ല.
ഇപ്പോൾ അതിനുള്ള പല പല സാങ്കേതിക കാരണങ്ങളാണ് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ എതിർഭാഗത്തുള്ള ആ റോഡിലെല്ലാം ആദ്യഘട്ടത്തിൽ അത് ചെയ്യാത്തതിന് മണ്ണിരുന്നു പോകും എന്നെല്ലാമുള്ള പല കാരണങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം സമയബന്ധിതമായിട്ട് ഇപ്പോൾ റോഡ് പൊളിച്ചിട്ട് മാത്രമേ നമുക്ക് എന്തിടാൻ പറ്റൂ, കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ ആണെങ്കിലും മറ്റ് ലൈനാണെങ്കിലും ഇടാൻ പറ്റുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസ്റ്റോറേഷൻ വർക്ക് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ആ റിസ്റ്റോറേഷൻ വർക്ക് നടക്കാത്തതാണ്. പിന്നെ മെയ് മാസം മുതൽ മഴ തുടങ്ങിയല്ലോ. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് ഈ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മഴയും കൂടി വന്നപ്പോൾ ഏറ്റവും വലിയ ചളിക്കളമായിട്ട് ഏറ്റവും തകർന്നടിഞ്ഞ അവസ്ഥയിലേക്ക് ഈ റോഡുകളാകെ മാറിയിരിക്കുകയാണ്. മഴയെ കുറ്റവും പറയുന്നു. മഴ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മഴയ്ക്ക് മുമ്പ് പണി പൂർത്തിയാക്കേണ്ടതായിരുന്നല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊരു വർക്ക് ഓട്ടോറിക്ഷക്കാർ വിളിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയുണ്ടായി. നമ്മുടെ സിറ്റി സെന്ററിന്റെ തൊട്ട് മുമ്പിൽ അവിടെ ഇപ്പൊ ഫുട്പാത്ത് ആക്കുകയാണ്. ഫുട്പാത്ത് ആക്കുമ്പോൾ നിലവിൽ ആ ഓട എന്ന് പറയുന്നത് അത്രയേറെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് അതിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ സ്ലാബ് എടുത്ത് ഓട വൃത്തിയാക്കിയിട്ട് വേണമല്ലോ എന്ത് ചെയ്യാൻ, ഫുട്പാത്തിൻ്റെ അല്ലെങ്കിൽ ഫുട്പാത്തും കൂടി അതിൽ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ആ താഴെ വെള്ളം ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയേ ഉണ്ടാവില്ലല്ലോ. ഈ രീതിയിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? അത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അല്ലേ അക്കാര്യത്തിലുള്ള ചുമതലയുള്ളത്. ആവശ്യമായിട്ടുള്ള മോണിറ്ററിങ് അതിൽ നടത്തണ്ടേ? അത് നടത്താൻ തയ്യാറാകാത്തത്, അതാണ് ഞാൻ പറഞ്ഞത്, കെടുകാര്യസ്ഥത എന്ന് ഞാൻ പറഞ്ഞത്. ഈ കെടുകാര്യസ്ഥതയാണ് ഇന്നുള്ള ഈ ഒരു ശോചനീയമായ അവസ്ഥയ്ക്കുള്ള കാരണം. ഈ പാറക്കണ്ടിയിലെ പ്രശ്നം, അത് കരാറുകാരന്റെ വീട്ടിൽ നോട്ടീസ് ഒട്ടിക്കുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിപ്പോ LRRPയുടെ ഭാഗമായിട്ട്, അതായത് നമ്മളെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ പൈസ വെച്ചിട്ടുള്ളത്. കാരണം കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച പണം അതിന് തികയില്ല എന്നുള്ളത് കൊണ്ട് ഈ ഇതിലേക്ക് അത് മാറ്റി ഫണ്ട് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് എഗ്രിമെന്റ് അടക്കം ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനെ തുടർന്ന് ഇപ്പോൾ മഴയായതിനു ശേഷം വർക്ക് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇനി വേഗത്തിൽ അത് നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് ഇത്രയും മോശമായി പോകാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ മഴയ്ക്ക് മുമ്പേ ചെയ്യാമായി. പിന്നെ ഒരു കാര്യം, ഞങ്ങളൊക്കെ കൗൺസിലിൽ ആദ്യം കൗൺസിലർമാരായിട്ട് വന്നപ്പോൾ ഞങ്ങളോട് അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യം, ഒരു 2 ലക്ഷം രൂപ ഒരു വാർഡിന് ഒരു വർഷം ഉണ്ടാവും. പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും നടപ്പാക്കിയിരുന്നെങ്കിൽ തന്നെ വലിയൊരളവോളം ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്നത് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു. അറ്റകുറ്റപ്പണികൾ അതാത് അവസരത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇതിപ്പോൾ ഒരു മഴ കഴിയുമ്പോഴേക്ക് ഒരു കുഴിയുള്ളത് അതിനേക്കാളും വലിയതായിട്ട് മാറുകയാണല്ലോ ചെയ്യുന്നത്. അതിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനൊന്നും ഇവർക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ വാർഡ് തലത്തിൽ LDFന്റെ വാർഡുകളോട് കാണിച്ചിട്ടുള്ള ഒരു വിവേചനം, അത് എത്ര തവണ ഞങ്ങൾ സമരം ചെയ്തു. കോവിഡിന്റെ വാക്സിൻ്റെ വിവേചനം തൊട്ട് ഇപ്പം ഏറ്റവും അവസാനം വീട് റിപ്പയർ. എൻ്റെ ഡിവിഷനിൽ കിട്ടിയത് 7 വീടിനാണ് റിപ്പയറിനുള്ള 1 ലക്ഷം രൂപ. ഇപ്പോൾ ഏറ്റവും അവസാനത്തേതിലാണ് ഞാൻ പറയുന്നത് കിട്ടിയത്. അതേസമയം നിങ്ങൾ നോക്ക്, ഞാൻ ആ പേര് പറയുന്ന മോശമായിട്ട് പേര് പറയുന്നില്ല, ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലർക്ക് മേയറുടെ ഡിവിഷനിൽ, അതുപോലെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഡിവിഷനിൽ 20ഉം 28ഉം ആളുകളുടെ വീടിൻ്റെ റിപ്പയറിനാണ് പൈസ അനുവദിച്ചിരിക്കുന്നത്. എൻ്റെ ഡിവിഷനിലും കോൺഗ്രസ്സുകാരും കുറച്ച് ലീഗുകാരും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവരും അപേക്ഷിക്കുന്നുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. LDFകാർ മാത്രമല്ലല്ലോ, LDFന്റെ ഒരു കൗൺസിലറെ ജയിപ്പിച്ചതുകൊണ്ട് ആ വാർഡിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകളില്ലേ. ഇങ്ങനെയുള്ള വിവേചനമാണ് കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം, ഇപ്പം ഈ കഴിഞ്ഞ കൗൺസിലിൽ ഒരു അജണ്ട വന്നിരുന്നു. നമ്മളെ സുമേഷ് MLAയുടെ പള്ളിക്കുന്ന് പുഴാതി സോണലിലേക്ക് പാലിയേറ്റീവ് പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു വണ്ടി വാങ്ങാനുള്ള പണം MLA അനുവദിച്ചു. ഇതുവരെ വണ്ടി വാങ്ങാൻ സമ്മതിച്ചിട്ടില്ല, അനുമതി കിട്ടിയിട്ടില്ല. എത്ര തവണ ഇപ്പം ഇന്നലെയും മാറ്റിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഇതിൻ്റെ ടാക്സ് തുടർന്ന് അടയ്ക്കാൻ സ്വാഭാവികമായിട്ട് വേണ്ടി വരുമല്ലോ. ഇപ്പം MLA ഒരു ബസ് സ്കൂളിന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത വർഷത്തെ ടാക്സ് അടയ്ക്കാനുള്ള പണം നമ്മൾ കണ്ടെത്തണമല്ലോ. അതിൻ്റെ അത് ഓൺ ഫണ്ടിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കോർപ്പറേഷൻ അല്ലല്ലോ ഇത് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും ഇഫക്റ്റീവായി നടത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു വാഹനം അനുവദിക്കുക. അതിന് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഇപ്പം ഹൈമാസ്റ്റ് ലൈറ്റ് കടന്നപ്പള്ളിയുടെയും അതുപോലെ സുമേഷിൻ്റെയും ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ആര് നടത്തണം? അത് കോർപ്പറേഷനാണ് നടത്തേണ്ടത്. അത് നടത്താൻ തയ്യാറില്ല എന്നുള്ളത് കൊണ്ട്, ഇത് മാത്രമല്ല അതേ സമയത്ത് ബഹുമാനപ്പെട്ട MP പേരിലുള്ള നിരവധി ഹൈമാസ്റ്റ് ലൈറ്റുകൾ വരികയും ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്രീയ വിവേചനമല്ലേ. ഇപ്പം നവകേരള സദസ്സ് നടന്നു.
കണ്ണൂർ മണ്ഡലത്തിൽ ഒറ്റ പദ്ധതിയാണ് നവകേരള സദസ്സിന്റെ മുഴുവൻ പൈസ ഒറ്റ പൈസ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് MLA മാറ്റിവെച്ച്, മന്ത്രി കൂടിയാണല്ലോ അദ്ദേഹം, കടന്നപ്പള്ളി മാറ്റി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ സമാജ്വാദി കോളനി ഉണ്ടല്ലോ, തോട്ടട സമാജ്വാദി കോളനിയിൽ ഒന്ന് പോയി നോക്കിയാൽ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ 7 കോടി രൂപയാണ് ആ കോളനിയുടെ കെട്ടിടം പുനർനിർമ്മിച്ച് അവരെ പുനരുദ്ധരിച്ച് അവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമാജ്വാദി കോളനിയിൽ തന്നെ ഇപ്പം അത് നടത്താൻ വേണ്ടി സാധിക്കില്ല, ഇവരെ അവിടെ നിന്ന് മാറ്റി നടത്തേണ്ട പ്രശ്നം വരും. അവിടെയാണ് നമ്മൾ അവിടെ മുന്നോട്ട് വെച്ച MLA മന്ത്രിയുടെ ഓഫീസിൽ തന്നെ വെച്ച നിർദ്ദേശം അഭയനികേതൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ടാണ്. മുമ്പ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയും തലശ്ശേരി മുനിസിപ്പാലിറ്റിയുമായിരുന്ന കാലത്ത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ഈ യാചകരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആരും ഇല്ലാത്ത ആളുകളെ കൊണ്ട് താമസിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് കളക്ടർ ചെയർമാനായിട്ട് തുടങ്ങിയ കണ്ണൂർ മുനിസിപ്പൽ ചെയർമാനും അന്നത്തെ തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാൻമാരായിട്ടുണ്ടാക്കിയ ഇതാണ് അഭയനികേതൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 37 ആളോറ്റാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ കോളനിയുടെ ഭാഗമായിട്ടുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും പകരം സ്ഥലം ഇവിടെ സമാജ്വാദി കോളനിയുടെ അവിടെ കൊടുക്കുകയും, ഇത് കോർപ്പറേഷന്റെ കൂടി സ്ഥലമാണല്ലോ അവിടെ ഉള്ളത്, ഇതിന് അനുവാദം കൊടുക്കുന്നില്ല. ഈ അഭയനികേതന്റെ തലപ്പത്തിപ്പ് ആരാന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ട വിഷയമാണിത്. അവിടെ ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അതിൻ്റെ ഇപ്പോൾ ചെയർമാൻ കളക്ടർ തന്നെയാണ്, വൈസ് ചെയർമാൻ ആയിട്ടുള്ളത് ആരോഗ്യ സ്റ്റാൻഡിംഗ്. കാരണം ലീഗിന്റെ മേയറായി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകുമോ എന്നുള്ള ഭയമാണ് ആർക്കുള്ളത്, കോൺഗ്രസിനുള്ളത്. നല്ല ഫണ്ട് ലീഗിനെ പോലും വിശ്വാസത്തിലില്ല. ഏതാണ്ട് 8 കോടിയോളം രൂപ ഇതിന് 2 തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും കണ്ണൂർ കോർപ്പറേഷന്റെയും ഫണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പുറമെ സ്പോൺസർമാരുണ്ട്. അപ്പൊ നല്ല ഒരു പണം കിട്ടുന്ന ഒരു ഈ അഭയനികേതൻ എന്ന് പറയുന്നത് അത് സ്വന്തം കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇതിനെല്ലാം കീഴ്പ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ലീഗിന്റെ ആളുകൾ. അവർക്കൊന്ന് നമ്മൾ ഈ കാര്യം കൗൺസിൽ ഉന്നയിക്കുമ്പോൾ പോലും ബഹുമാനപ്പെട്ട മേയറാണല്ലോ അതിന്, ആരായാലും മേയർ XY ആരായാലും അതിന്റെ ബൈലോ അനുസരിച്ച് മേയറാണ് ആവേണ്ടത്. അപ്പൊ ഇത്തരത്തിലാണ് ഈ പദ്ധതി, ഈ സമാജ്വാദി കോളനിയുടെ പദ്ധതിക്ക് വേണ്ടി പണം അനുവദിച്ചിട്ട് അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഈ 2 കോർപ്പറേഷൻ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലും LDFന്റെ MLA ജയിച്ചിട്ടുള്ളത്. അവര് ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനം കൊണ്ടുവന്നാലും അതിനോടെല്ലാം എന്ത് ചെയ്യാൻ മുഖം തിരിഞ്ഞു നിൽക്കുക. ഞാൻ പറയുമ്പോൾ വിട്ടുപോയതാണ് പയ്യാമ്പലം, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ പരിധിയിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം പയ്യാമ്പലത്ത് തന്നെ ശവസംസ്കാരം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന, മരിക്കുന്നതിന് മുമ്പ് പറയുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. എന്താ പയ്യാമ്പലത്തിന്റെ ഒരു അവസ്ഥ? ഇപ്പം നമ്മുടെ കൗൺസിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴാണ് വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തത്. അതൊരു 3 മാസത്തിൽ കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും അത് കേടുവന്ന് പൂട്ടി. അതെന്നാ പരിഹരിക്കാൻ കഴിയുമോ? എന്താണ് അതിനൊരു ബദൽ? ഒരു ചർച്ചയുമില്ല. ഇപ്പൊ പറയുന്ന അവിടെ ഇനി സാധ്യതയേ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ പരമ്പരാഗതമായ രീതിയിൽ അവിടെ ശവസംസ്കാരം നടത്തുന്നിടത്തുള്ള അവസ്ഥ എന്താ? പരിസരവാസികളായിട്ടുള്ള ഫ്ലാറ്റുകാർ ഹൈക്കോടതിയിൽ പോയി കളക്ടറെ ഹൈക്കോടതി നിയോഗിച്ചു പരിശോധിക്കാൻ. അപ്പോൾ മാത്രമാണ് കാട് വൃത്തിയാക്കിയത്. അതുവരെ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. കാട് വായിക്കിയത് എപ്പോഴാണ്? ഈ കളക്ടറുടെ സമിതി വരുന്നു എന്ന് കേട്ടപ്പോഴാണ് കാട് വായിക്കിയത്. ഇപ്പോഴും മഴ വന്നാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണല്ലോ, അതിൻ്റെ മുകളിൽ വെക്കാനുള്ള, അതിൽ വെച്ചിട്ടാണ് എന്ത് നടത്തേണ്ടത്? ശവസംസ്കാരം നടത്തേണ്ടത്. ശവസംസ്കാരം കഴിഞ്ഞാൽ ഒരു അനുശോചന യോഗമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർന്ന് അതിനുള്ള സൗകര്യം അവിടെ ഇല്ല. ഇതിങ്ങനെ ഇത്രയും വലിയ ഒരു അനാസ്ഥ, ചിരട്ടയും വിറകും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബോഡിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്ന് പറയുമ്പോൾ അത് ആ അവസ്ഥ വരെ ഉണ്ടായി. ഇപ്പൊ കൊണ്ടുവരരുത്, നിങ്ങൾ നാളെ രാവിലെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് രാകേഷ് ഉൾപ്പെടെ അവിടെ ചെന്ന് ഇടപെട്ട് ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചു. അപ്പൊ ഇതാണ് ഈ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ തിമിര കണ്ണോടുകൂടി കാര്യങ്ങൾ. ഇത് മാറ്റിയാലേ നമ്മളെ നാട് നന്നാവുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെ സജീവമായി ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പയ്യാമ്പലമായാലും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയാലും ചേലോറയിലെ കാര്യങ്ങളായാലും നമ്മുടെ റോഡിന്റെ കാര്യങ്ങളായാലും ഇതെല്ലാം തന്നെ വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരും. ഇതിനൊക്കെ തന്നെ കോർപ്പറേഷൻ കുറ്റപ്പെടുത്തുക സർക്കാരിനെ ആയിരിക്കും. സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തും എന്നൊരു ചോദ്യം അവർ തിരിച്ചുന്നയിക്കും.
അല്ല, അതാണല്ലോ ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. ഇതൊന്നും സർക്കാരിൻ്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇതൊന്നും മുടങ്ങിപ്പോയതെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ പദ്ധതിക്കും, ഇപ്പോൾ ഈ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മഞ്ചപ്പാലത്തും ഒക്കെ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് കൂടി തന്നെ നടപ്പായിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിലൂടെ നടപ്പാവുന്നതാണല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും യോജിച്ചാണ് ഈ പ്രവർത്തനം നടത്തേണ്ടത്. ഇപ്പോൾ കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഫണ്ട് പൂർണ്ണമായിട്ട് കേന്ദ്രം തരുന്നതാണോ? 60% കേന്ദ്രം തരുന്നു, 40% സംസ്ഥാനം ചെലവഴിക്കുന്നു. നേരത്തെ 75-25 ആയിരുന്നത് ഇപ്പോൾ അത് വെട്ടിക്കുറച്ച് 60% അവർ വെക്കുന്നു, 40% സംസ്ഥാനം കൊടുക്കണം. അപ്പോൾ ഈ പദ്ധതികളെല്ലാം തന്നെ ഈ 3 ഭരണസ്ഥാപനങ്ങളും യോജിച്ച് നിർവഹിക്കേണ്ടതാണ്. അതിലിപ്പോൾ BJP കേന്ദ്രം ഭരിക്കുന്നെന്നോ LDF കേരളം ഭരിക്കുന്നെന്നോ ഇവിടെ UDF ആണെന്നോ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ പുനർഗേഹം പദ്ധതി ഏറ്റവും പ്രധാനമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ലൈഫ് മിഷന്റെ ഭാഗമായിട്ടുള്ള, നമുക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്ഥലം ആകെ ചെയ്തത് എന്താ? കഴിഞ്ഞ ലാസ്റ്റ് 2 വർഷം വളരെ കുറച്ച് ആളുകൾക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പണം അനുവദിച്ചു. ആ പണം അനുവദിച്ചതുകൊണ്ടൊന്നും ആർക്കും സ്ഥലം വാങ്ങാൻ പറ്റില്ല. സ്ഥലത്തിൻ്റെ വില നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും അത് കുറച്ച് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 1000-ലേറെ ആളുകൾ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്, ഭൂരഹിതരും ഭവനരഹിതരുമായിട്ട്. ഇനി അപേക്ഷ കൊടുക്കാനുള്ള ആൾ പുറത്തുണ്ട്. അപ്പോൾ ഈ LDF-ന്റെ ഒരു തുടർഭരണ ഭീഷണി അത് നിലനിൽക്കുന്നതാണോ ശരിക്കും? അതാണ് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ തൊട്ടപ്പുറത്ത് കടമ്പൂർ പഞ്ചായത്തില് ഫ്ലാറ്റ് നിലവിൽ വന്നു. കടമ്പൂർ പഞ്ചായത്ത് UDF അല്ലേ ഭരിക്കുന്നത്. അവരെടുക്കുന്ന ഒരു സമീപനം പോലും ഇവർ എടുക്കുന്നില്ലല്ലോ. നമുക്ക് കോർപ്പറേഷന് സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ചൂണ്ടിക്കാണിച്ചല്ലോ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചെയ്തുകൂടെ നമ്മൾ ചോദിച്ചു. അവർ സ്ഥലമില്ലാതുള്ള ന്യായം, സ്ഥലം കാണിച്ചു കൊടുത്താലല്ലേ സർക്കാരിൽ നിന്ന് പിന്നെ അതിന്റെ ബാക്കി നടപടിക്രമത്തിലേക്ക് പോകാൻ പറ്റൂ. ഫ്ലാറ്റ് എടുക്കാനുള്ള പണം ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കൊണ്ടുവരുമല്ലോ. അപ്പൊ പണം സർക്കാർ തരുന്നില്ല എന്നുള്ളത് ഒരു തരത്തിലും ഒരു ന്യായമായിട്ട് അവർക്ക് ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല. അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ മറുപടി പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അക്കാര്യത്തിൽ. ഈ കിഫ്ബിക്ക് കേന്ദ്രം ഇങ്ങനെ ഒരു കടിഞ്ഞാൻ ഇടുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു സ്ഥലമൊക്കെ ഇവിടെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞേനെ അതിൽ യാതൊരു സംശയവും ഇല്ല. എന്ന് മാത്രമല്ല, സാമ്പത്തിക പരിമിതിക്കിടയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ പരമാവധി ഗവൺമെന്റ് അതിന് അനുകൂലമായിട്ടുള്ള ഒരു വീണ്ടും തുക അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് പദ്ധതി മാറിപ്പോകുമ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയല്ല, അത് പദ്ധതി വേഗത്തിൽ നടപ്പാകാൻ വേണ്ടി കൂടിയാണ്. നേരത്തെ ഒരു പദ്ധതി നടക്കുന്നില്ല, അടുത്ത തവണത്തേക്ക് ക്യാരി ഓവർ ആയി പോകുന്നെങ്കിൽ പണം കൂടി ക്യാരി ഓവർ ആകുമായിരുന്നു. ഇപ്പം അതില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതെല്ലാം ഒരു പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. വലിയ പ്രതിസന്ധിയുടെ ഇടയിലും സംസ്ഥാന ഗവൺമെന്റിനെ പഴിചാരിയിട്ട് ഇവർക്ക് ഏതായാലും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഈ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യ ശേഖരവുമായി ബന്ധപ്പെട്ട് നിർമ്മൽ ഭാരത് ആ കമ്പനിക്ക് 15 വർഷത്തേക്ക് കരാർ നീട്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അജണ്ട വന്നു. അത് UDF-ന്റെ കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ കൗൺസിലിൽ കണ്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിൽ അത് വന്നു. അത് 10 വർഷത്തേക്ക് എന്ന് അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നീട് കൗൺസിലിൽ എത്തിയപ്പോൾ അത് 5 വർഷം ആക്കി കൊടുക്കുകയും ചെയ്തു. അതിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധാരണ രീതിയിൽ കോൺഗ്രസിൽ തന്നെ അതിൽ രണ്ടഭിപ്രായം അതാണല്ലോ അത് പുറത്തേക്ക് വരുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇത്തരം ഒരു ഭരണസമിതിയുടെ കാലാവധിയുടെ സമയത്തേക്ക് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം 5 വർഷം എന്നുള്ളത്. പക്ഷെ അതിലപ്പുറത്തേക്ക് വെക്കുമ്പോൾ അപ്പൊ കരാറിന്റെ വ്യവസ്ഥകൾ കൂടി വെക്കുമ്പോൾ ചിലപ്പോൾ കരാറിന് ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ കഴിയില്ല. നാളെ ഇപ്പൊ UDF തന്നെയാണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ള ഇതില്ലല്ലോ. UDF-ന്റെ നിലപാടിൽ തന്നെ മാറ്റം വരാമല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില കരാറുകളിൽ ഏർപ്പെടുന്നത്? 15 വർഷം എന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവിലേക്ക് കൊടുക്കുന്നത്. അതിനിടയിൽ എന്തൊക്കെ മാറ്റം ഈ മാലിന്യ സംസ്കരണ രംഗത്ത് തന്നെ ഉണ്ടാവാം. അതിൽ ഏതൊക്കെ രീതിയിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ രീതികളൊക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്കത് അന്നേരം അത് ഉപയോഗപ്പെടുത്താൻ കഴിയണ്ടേ? അപ്പൊ ഇതിനെല്ലാം മറവിൽ ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന കുറച്ച് ആളുകളുടെ മറ്റു താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പൊ ഏതായാലും അതിപ്പോ 5 വർഷത്തേക്കെന്നെങ്കിലും അവർ മാറ്റിയത് നല്ല ഒരു കാര്യം. അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന് കാരണം അതിനകത്ത് തന്നെ പ്രതിഷേധം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയിൽ കണ്ടു കാണും. ഏറ്റവും ശക്തമായിട്ട് ഈ ഭരണത്തെ വിമർശിച്ചിട്ടുള്ളത് നമ്മളെ പോലെ തന്നെ
അല്ലെങ്കിൽ ഒരുപടി കൂടെ മുമ്പ് നിന്നുകൊണ്ടാണ് ആര് വിമർശിക്കുന്നത് കൗൺസിലിനകത്ത് PK രാഗേഷ് വിമർശിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ നല്ല ധാരണയുണ്ട്. കാരണം ഇതിൻ്റെ ഈ സർക്കാർ കൂടത്തിൽ കൈയിട്ടിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല, കുറച്ചൊക്കെ കിട്ടുന്നുള്ളൂ. അതാണ് ശരിയായ പ്രശ്നം. കിട്ടാത്ത ആളുകൾ പലരും അസംതൃപ്തരാണ്. പിന്നെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് അങ്ങനെ ശരിയല്ല എന്ന് കരുതുന്ന ആളുകളും തീർച്ചയായിട്ടും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനുള്ള അസംതൃപ്തി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇത് ഭരണം പങ്കിടുക എന്നുള്ള രീതിയിലായിരുന്നല്ലോ കാര്യങ്ങൾ. പക്ഷെ 2.5 വർഷം എന്നുള്ളത് അവർക്ക് കൊടുത്തില്ല. ഏതാണ്ട് 3 വർഷത്തിന് ശേഷമാണ് അവർക്ക് മേയർ സ്ഥാനം കിട്ടിയത്. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവർ ശക്തമായ നിലപാടെടുക്കും എന്ന് പറയുന്നുണ്ട്. ഇത് ലീഗ് ശരിക്കും കോൺഗ്രസിന് ഭയപ്പെട്ട് കീഴ്പ്പെടുകയാണോ ചെയ്യുന്നത്? അവരുടെ മുന്നണിക്കകത്തുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. നമ്മളതിലിപ്പോ പൊതുവെ പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ അബ്ദുൽ കരീം ചേലേരി സാറ് കഴിഞ്ഞ ദിവസം പറയും, നമ്മൾ കേട്ടു, കൂടുതൽ ഞങ്ങൾ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അതിനകത്ത് നടക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഇത് നീട്ടിക്കൊണ്ടുപോയത് തന്നെ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുൻ മേയറിൻ്റെ ഉൾപ്പെടെയുള്ള ചില താല്പര്യങ്ങളെല്ലാം കൊണ്ടാണ് അന്ന് നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എങ്കിലും അവസാനം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വരുന്ന ഒരു നിലയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിനെല്ലാം പുറത്തു നിന്നെങ്കിൽ നമ്മൾ അതിൽ വേറൊരു ഇടപെടാനോ അല്ലെങ്കിൽ മറ്റേ അതിനെ ഇതാക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിലെല്ലാം ഉള്ള ഈ അസംതൃപ്തി സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതെന്ന് വെച്ചാൽ അതിനകത്തുള്ള കുറച്ചാൾ ഇങ്ങോട്ട് വരുന്നല്ല ഞങ്ങൾ പറയുന്നത്, മറിച്ച് അതിനകത്തുള്ള ആളുകൾ ചിന്തിക്കുമല്ലോ, അത് പ്രതിഫലിക്കും. അതാണ് ഞങ്ങൾ കരുതുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം വളരെ വ്യക്തമാണ് അതിനകത്തുള്ള ഇത്തരം പല കാര്യങ്ങളിലും ലീഗിനെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള, മേയർ സ്ഥാനം കിട്ടിയതിന് ശേഷം പോലും പല കാര്യങ്ങളിലും അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു അസംതൃപ്തി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു മര്യാദ കൊണ്ട് അവർ ചിലപ്പോൾ പരസ്യമായിട്ട് യോഗത്തിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷെ അത് അവരുടെ ഇടയിലുണ്ട്. ആ ഒരു അസംതൃപ്തി തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയുമല്ലോ അതാത് പ്രദേശത്തെ. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കുന്ന PK രാഗേഷ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കുന്ന PK രാഗേഷ് അതിശക്തമായി പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ചത്. അതായത് പക്ഷേ ഒരു മന്ത്രി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ അദ്ദേഹം തന്നെ അതിശക്തമായ വിയോജിപ്പുകൾ പല കാര്യത്തിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ PK രാഗേഷ് കോൺഗ്രസിന് പുറത്താണ്. വീണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ PK രാഗേഷ് മത്സര രംഗത്തുണ്ടാകും. LDF PK രാഗേഷിനെ പിന്തുണക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും? അതൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. PK രാഗേഷിന്റെ സമീപനം എന്താണോ അതിനനുസരിച്ചായിരിക്കുമല്ലോ LDF-ന്റെ ഒരു സമീപനവും നമ്മൾ അദ്ദേഹത്തോടുള്ള സമീപനം എടുക്കുക. അദ്ദേഹത്തിന്റെ സമീപനം എന്താണെന്നുള്ളത് വ്യക്തമാവട്ടെ. ഘട്ടത്തിലല്ലേ നമ്മൾ തീർച്ചയായിട്ടും അതിന് ഒരു സംശയം വേണ്ട. അത് അദ്ദേഹം ഏതാണ്ട് 15ഓളം ഞാൻ കേട്ടതാണ് ഡിവിഷനുകളിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നൊക്കെയുള്ള ചർച്ച ആളുകൾ നടത്തുന്നു. അതിലും നമുക്കറിയില്ല, വസ്തുത നമുക്കറിയില്ല. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കം കിറാമുട്ടിയായി വരാൻ തന്നെയാണ് സാധ്യത. അതെ, തീർച്ചയായിട്ടും സാധ്യതയാണ്. LDF-ന്റെ അവസ്ഥ ഇപ്പോൾ PMC ആണല്ലോ വലിയ ചർച്ച ആയി വരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? PMC-യുമായി ബന്ധപ്പെട്ട വിഷയം. കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മൾ വളരെ ഐക്യത്തോടു കൂടിയാണ് CPI-ന്റെ 2 ആളുകളാണ് അതിനകത്തുള്ളത്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം നമ്മൾ ആലോചിച്ചും ഒരേ മനസ്സോടുകൂടി തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ സംസ്ഥാന തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ലോക്കൽ തലത്തിലുള്ള ജാഥകൾ നടക്കുന്നു. LDF എന്നുള്ള നിലയിലാണ് നടക്കുന്നത്. SIR-നെതിരെയുള്ള സമരം അതും LDF അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത്. എല്ലാ വാർഡിലുമുള്ള വികസന ശില്പശാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വാർഡിലൊക്കെ അവിടെയൊക്കെ നമ്മൾ LDF എന്നുള്ള നിലയിൽ CPI-യും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. താഴെ തട്ടിൽ അങ്ങനെയുള്ള ഒരു അകൽച്ച എന്തായാലും LDF-നകത്ത് ഇല്ല. മറ്റു പ്രശ്നങ്ങൾ മുകളിൽ അവിടെ പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം കേരളത്തിൽ ഉണ്ടാകും. അതിൽ വേറിട്ട അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്നത് കണ്ണൂർ കോർപ്പറേഷൻ തന്നെയാണ്. അവിടെ UDF-ന് ഭരണം നിലനിർത്താൻ കഴിയുമോ, അതോ LDF-ന്
കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ് കണ്ണൂർ എന്ന് ആദ്യ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം, അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തന്നെയാണ് LDF-ന്റെ തീരുമാനം. CPM പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തണം. ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനിച്ച സാഹചര്യമുണ്ട്. അതിന് N. സുകന്യയെ പോലുള്ള നേതാക്കളെ കഴിഞ്ഞ തവണ നിയോഗിച്ചു. വീണ്ടും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പാർട്ടി പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂർ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് നമ്മളോട് N. സുകന്യ വിശദീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.